പത്രവിശേഷങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലിജോ വർഗീസാണ് എനിക്കൊപ്പം ഉള്ളത്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായൊരു ദിവസം കൂടിയാണ്. ട്രംപിന്റെ തീരുവയുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിനിടയിലുണ്ടായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പത്രങ്ങളിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകളും വാർത്തകളും ഒക്കെ ലിജോ? തീർച്ചയായും ഒരുപാട് വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും ട്രംപിൻ്റെ തീരുവ തന്നെ ഹെഡ്ലൈൻ ആക്കിയൊരു ദിവസമാണ്. അതടക്കം ഒരുപാട് വാർത്തകളുണ്ട്. നമുക്ക് പത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വിശദമായി തന്നെ നോക്കി വരാം. പ്രസ് സ്റ്റോപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഇന്ന് നമുക്ക് മനോരമ പത്രത്തിലൊരു വാർത്തയാണ്. വളരെ സങ്കടമുണ്ടാക്കുന്ന, നമുക്കൊക്കെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കത്താണ്. അത് വീടിനുള്ളിൽ നമ്മുടെയൊക്കെ മക്കൾ ഏത് തരത്തിലാണ് ജീവിക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരു വാർത്തയാണ്. അത് മനോരമ വളരെ ഗംഭീരമായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വാപ്പി കഷ്ടമുണ്ട് എന്നുള്ളതാണ് ആ വാർത്ത. അതിലെ ആദ്യത്തെ 2 വരി ഞാൻ വായിക്കാം. എനിക്ക് അമ്മയില്ല കേട്ടോ, എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ, എൻ്റെ വാപ്പിയും ഉമ്മിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്, എനിക്ക് സുഖമില്ല സാറേ, വിഷം തന്ന് കൊല്ലുമെന്നാണ് വാപ്പി പറയുന്നത്, എൻ്റെ വാപ്പി കഷ്ടമുണ്ട്. അങ്ങനെ പറഞ്ഞാണ് ആ 9 വയസ്സുകാരിയുടെ ഒരു കുറിപ്പ്. അത് പിന്നെ ഈ കുറിപ്പിലൂടെയാണ് എന്താണ് ആ കുട്ടി വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് അധ്യാപകർ അറിയുന്നത്. അതിനുശേഷം ഇപ്പോൾ ആ കുട്ടിയുടെ വാപ്പയായിട്ടുള്ള അൻസാർ ഇപ്പോൾ അയാൾ ഒളിവിലാണ്. ഒളിവിലാണെങ്കിൽ പോലും അദ്ദേഹം ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ കഷ്ടമാണ്. കാരണം എങ്ങനെയാണ് മക്കളുടെ മുഖത്ത് ഇങ്ങനെ അടിച്ച് അല്ലെങ്കിൽ ഇത്രത്തോളം ക്രൂരമായി മക്കളോട് പെരുമാറാൻ കഴിയുന്നത്? സ്വന്തം മക്കളല്ലേ, അവരോട് അവരുടെ കണ്ണീര് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കരച്ചിൽ കാണുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുക എന്ന് തോന്നുന്ന തരത്തിലാണ് ആ കത്തും ആ വാർത്തയും ഉള്ളത്. അത് നമ്മളെ ഓരോരുത്തരെയും സങ്കടപ്പെടുത്തുന്ന ഒരു ഇത്രയും നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടം ആണ് യഥാർത്ഥത്തിൽ മനോരമ അത് അതിൻ്റെ മാസ്റ്റേഡ് മനോരമയുടെ മുകളിലേക്ക് കയറ്റി അത് വളരെ വൃത്തിയായി ആ വാർത്ത പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആളുകൾക്കത് മനസ്സിലാകുന്ന തരത്തിൽ അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മറ്റു പത്രങ്ങളിലും ചില പത്രങ്ങളിലെ വാർത്തയുണ്ട്. പക്ഷേ ഫ്രണ്ട് പേജിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഇന്ന് മനോരമ അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ ഒരു ആ തരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് കാണുമ്പോൾ വളരെ മനസ്സിൽ സങ്കടമുണ്ടെങ്കിൽ പോലും ആ വാർത്തയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തതിൽ നമുക്ക് അത് അങ്ങനെ കാണാം. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടിത്തീരുവ എന്നാണ് തീരുവയുമായി ബന്ധപ്പെട്ട് മനോരമയുടെ ഹെഡ്ലൈൻ ഉള്ളത്. തീരുവ ഇന്ത്യക്ക് 50% ട്രംപിൻ്റെ ഉത്തരവെന്നുള്ളതാണ്. ലോകത്തിന്, അതായത് ട്രംപ് ഒരു താരിഫ് എന്ന കത്തി പിടിച്ച് ട്രംപ് ലോകത്തെ മുഴുവൻ കുത്തുന്നു എന്ന തരത്തിലൊരു ഫോട്ടോ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചോരക്കളിയാണ് എന്ന നിലയിലാണ് അതിനെ മനോരമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അതാണൊരു പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടെ തന്നെ പേജ് 4 ബിസിനസ് പേജിനും വളരെ വിശദമായി തന്നെ കേരളത്തിലും ആഞ്ഞടിക്കും തീരുവ കൊടുങ്കാറ്റ്. കഴിഞ്ഞൊരു ദിവസം പ്രസ് സ്റ്റോപ്പ് ഞാൻ തന്നെ അവതരിപ്പിച്ച ദിവസം മാതൃഭൂമിയാണ് ആ തരത്തിൽ അത് പ്ലേസ് ചെയ്തെങ്കിൽ ഇന്നിപ്പോൾ മനോരമയിൽ അത് അങ്ങനെ ഒരു വാർത്തയുണ്ട്. ഇരട്ടപ്രഹരം, സംസ്ഥാനത്തിൻ്റെ കയറ്റുമതി നിർജീവമാകും. അതായത് ഈ തീരുവ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ബാധിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ വാർത്തകൾ നമുക്ക്, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ ഈ ട്രംപിൻ്റെ തീരുമാനം കൊണ്ട് അത് രാജ്യത്തെ മുഴുവൻ ബാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ സജീവമായി ബാധിക്കാൻ പോകുന്ന വിഷയമായി ഇത് മാറും. അത് ചെമ്മീൻ കയറ്റുമതി ഉൾപ്പെടെയുള്ള സമുദ്ര ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് എന്ന് വളരെ കൃത്യമായി, അല്ലെങ്കിൽ അത് കുറേ കൂടി വലിപ്പത്തിൽ ആ വാർത്തയെ ഇന്ന് മനോരമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയും സമാനമായി തന്നെ കുറേ കൂടി നന്നായാണ് അതിൻ്റെ അതിൻ്റെ പ്ലേസ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. ട്രംപൻ തീരുവ എന്നുള്ളതാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ ആ ഹെഡ്ലൈൻ തന്നെ. അതിനൊപ്പം ആർക്കൊക്കെയാണ് ഇത് ഇങ്ങനെ ഒരു മണ്ടൻ തീരുമാനമെടുക്കുന്ന ഒരു ആൾ എന്ന നിലയിൽ അതിനെ ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യക്ക് 25% അധിക തീരുവ അല്ലെങ്കിൽ പിഴച്ചുങ്കം എടുത്ത് ചെയ്തിരിക്കുന്നത്. 21 ദിവസത്തിനകം ഇത് നിലവിൽ വരും. വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച 25% പകരച്ചുങ്കം ഇന്ന് പ്രാബല്യത്തിലും എന്നുള്ളതാണ്. അന്യായമാണെന്ന് ഇന്ത്യ വിമർശിച്ചിട്ടുള്ള വാർത്ത കൂടി അതിലുണ്ട്. ആ തരത്തിൽ മാതൃഭൂമി അതിനെ പ്ലേസ്മെൻറ്റിൽ കുറച്ചുകൂടെ അതിനെ ഗ്രാഫിക്കലി കൂടി വളരെ വൃത്തിയായി കുറേ കൂടി നന്നായി ചെയ്തു എന്നുള്ളതാണ് മാതൃഭൂമി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മനോരമയിൽ മറ്റൊരു വാർത്ത, അത് നമുക്ക് മലയാളികളെ സംബന്ധിച്ച് വരുന്നൊരു വാർത്ത കൂടിയാണ്. അത് ഉള്ളത് മലയാളി സംഘം സുരക്ഷിതർ എന്നുള്ളതാണ്. ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചാണ് ആ വാർത്ത. ഉത്തരാഖണ്ഡിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന
ഈ പ്രളയത്തിന് ശേഷം ഉത്തരാഖണ്ഡിലെ പ്രളയത്തിന് ശേഷം മലയാളി സംഘമായിട്ടുള്ള ആളുകളെല്ലാവരും 28 പേരാണുള്ളത്. അവർ സുരക്ഷിതരാണ് എന്നുള്ള വാർത്ത ആ തരത്തിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് മനോരമയുടെ 9-ാം പേജിലുള്ള വാർത്തയാണ്. അത് രസകരമായൊരു വാർത്തയാണ്. അതുകൊണ്ടാണ് ഇത് അവിടെ നമ്മളിപ്പോൾ അത് പറയുന്നത്. കള്ളൻ കവർന്നത് 30 കുപ്പി വെളിച്ചെണ്ണ എന്നുള്ളതാണ്. പൊന്നല്ല, പണമല്ല. കള്ളൻ കവർന്നത് 30 കുപ്പി വെളിച്ചെണ്ണ എന്നുള്ളതാണ്. വെളിച്ചെണ്ണയുടെ വില എന്താണ് എന്നെ സംബന്ധിച്ച ഒരു രസകരമായൊരു വാർത്ത ഉണ്ട്. ആദ്യം കടയുടെ തറ തുരന്നു കയറാൻ ശ്രമിച്ചു. പരാജയപ്പെട്ടപ്പോൾ പൂട്ട് തല്ലിപ്പൊളിച്ച് അകത്ത് കയറി നേരെ കൺമുന്നിൽ കണ്ടത് വെളിച്ചെണ്ണ. കയ്യിൽ കിട്ടിയ തനി തങ്കം. 30 കുപ്പി ചാക്കിലാക്കി കള്ളൻ പാഞ്ഞു. ആലുവ തോട്ടുമുഖം പാലത്തിന് സമീപം പുത്തൻപുരയിൽ അയൂബ് നടത്തുന്ന ഷോപ്പിലാണ് ഇത് നടന്നിരിക്കുന്നത്. ഏതായാലും അത് വളരെ രസകരമായിട്ട് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മംഗളത്തിലും ഇന്നൊരു വാർത്തയുണ്ട്. വെളിച്ചെണ്ണയുമായി റിലേറ്റഡ് വാർത്തയാണത്. ഇനി ധൈര്യമായി പപ്പടം കാച്ചാം എന്നുള്ളതാണ് ആ വാർത്ത. വെളിച്ചെണ്ണ വില കുറയുന്നു. ഇനിയിപ്പോൾ ആശ്വാസമായി വെളിച്ചെണ്ണയുടെ വില താഴേക്ക് പോവുകയാണ്. മട്ടാഞ്ചേരി ജൂത തെരുവിലെ മൊത്ത വ്യാപാര കേന്ദ്രത്തിൽ വെളിച്ചെണ്ണ വില ലിറ്ററിന് 378 രൂപയായും കൊപ്ര വില കിലോയ്ക്ക് 238 രൂപയായും കുറഞ്ഞു എന്നുള്ളതാണ് ആ വാർത്ത. അതായത് വെളിച്ചെണ്ണയ്ക്ക് വില കുറയുന്നു. അത് നമ്മളെയൊക്കെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമാണ്. നമ്മുടെ കഞ്ഞുകുടി പ്രശ്നമാണ്, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി കുറേ കൂടി വിശദമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മാതൃഭൂമിയുടെ ഇന്നത്തെ 2-ാമത്തെ പേജുകളിലാണ് കൂടുതൽ വാർത്തകളുള്ളത്. അതിലൊന്ന്, ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് പാലിയേക്കര ടോളുമായി ബന്ധപ്പെട്ടാണ്. 4 ആഴ്ച ടോൾ വിലക്കി ഹൈക്കോടതി. വാഹനങ്ങൾ തിരിച്ചുവിടുന്ന സർവീസ് റോഡുകൾ ദിവസവും പരിശോധിച്ച് സഞ്ചാരയോഗ്യമാക്കണം തുടങ്ങിയുള്ള നിർദ്ദേശങ്ങളടക്കം പറഞ്ഞുകൊണ്ട് ടോൾ വിലക്കിയ വാർത്തയാണ്. മലയാളികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊരു വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ഒന്ന്, ടോൾ കൊടുക്കേണ്ട. ഒന്ന്, അവിടെ ആ ടോളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ തിരക്ക് അല്ലെങ്കിൽ ആ ബ്ലോക്കിൽ ഒരു ചെറിയ ആശ്വാസം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ആ വാർത്ത കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത, നമ്മൾ ആദ്യം മനോരമയിൽ പറഞ്ഞ വാർത്തയുടെ വേറൊരു പതിപ്പാണ്. അവൾ ബ്രൂസ്ലിയായി, അക്രമി തിരിഞ്ഞോടി എന്നുള്ള വാർത്തയാണ്. അത് മലപ്പുറത്തു നിന്നുള്ള വാർത്തയാണ്. ഏതോ ഒരാൾ വായി പൊത്തി കൈകൾ പുറകിലേക്ക് പിടിച്ചു, വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഒരു 12 വയസ്സുകാരിക്ക് എന്ത് ചെയ്യാനാവുമെന്ന് അവൾ കാണിച്ചു കൊടുത്തു. ശക്തമായി പ്രതിരോധിച്ച് കുതറി ഓടി രക്ഷപ്പെട്ട അവൾക്ക് അതിന് ധൈര്യം പകർന്നത് സ്കൂളിൽ നിന്ന് കിട്ടിയ കരാട്ടെ പരിശീലനമാണ്. തിരൂരങ്ങാടിയിലെ കൊച്ചുമിടിക്കാണ് ഇന്ന് കേരളത്തിൻ്റെ നായിക എന്നുള്ള വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ആരെങ്കിലും ഉപദ്രവിക്കാനൊക്കെ വരുമ്പോൾ ഏത് തരത്തിലാണ് പ്രതിരോധമെന്നും ആ പ്രതിരോധത്തിന് കാരണമായൊരു കാര്യം സ്കൂളിലെ കരാട്ടയാണ് എന്നുള്ളതുമാണ്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയായി മാതൃഭൂമി ആദ്യത്തെ പേജിൽ തന്നെ, അതായത് അവരുടെ തുടക്കത്തിൽ തന്നെ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത ഉള്ളത് ഇന്ന് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. അത് പേജ് 5-ലാണ് ആ വാർത്തയുള്ളത്. ഒന്നിച്ച് പ്രതിഷേധിക്കാൻ ഇന്ത്യ സഖ്യം, AIPയും ഒപ്പം കൂടും എന്നുള്ളതാണ്. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ചുണ്ട്. അടുത്ത തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ചുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ആം ആദ്മി പാർട്ടി കുറച്ച് കാലമായി ഇന്ത്യ സഖ്യമായി വഴിപിരിഞ്ഞ് നിൽക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് മാറി ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിലായി കാണുന്ന വാർത്ത, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ വെച്ച് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗമുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അവിടെ മുതൽ ആ ഒരു പ്രശ്നപരിഹാരം എന്ന നിലക്ക്, ആ സഖ്യത്തിലുണ്ടായിരുന്ന പ്രശ്നപരിഹാരം എന്ന നിലക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾക്ക് കൗതുകം അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരമുള്ളൊരു വാർത്ത അല്ലെങ്കിൽ ആളുകൾക്ക് താല്പര്യമുള്ളൊരു വാർത്ത എന്ന നിലയ്ക്ക് വാഹന ടയർ ഊരിത്തെറിച്ചുണ്ടാകുന്ന അപകടം ഒന്നാം പേജിൽ മാതൃഭൂമിയുടെ ഒരു വാർത്തയാണ്. നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. സംസ്ഥാന പോലീസ് മേധാവിയുടെ അപ്പീൽ തള്ളി എന്നുള്ള വാർത്തയുണ്ട്. അതായത് ടയർ ഊരിത്തെറിച്ചുണ്ടാകുന്ന അപകടത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനം പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ വലിയ ഉപകാരമാകുന്ന അല്ലെങ്കിൽ അതൊരു ആശ്വാസമാകുന്നൊരു വാർത്തയാണ് അവിടെയുള്ളത്. മാധ്യമം പത്രത്തിൽ നിന്നൊരു, മറ്റു പത്രങ്ങളിലുമുണ്ട്, മാധ്യമം പത്രത്തിലാണ് നമ്മളത് എടുത്ത വാർത്തയാണത്. കർമ്മനിരതമാവാൻ കർത്തവ്യഭവൻ 3.0.3 എന്നുള്ള വാർത്തയാണത്. ഇതിൽ വാർത്തയിലുള്ള കാര്യം എന്താ വെച്ചാൽ, പുതിയ പാർലമെൻറ്റ് മന്ദിരവും പ്രധാനമന്ത്രിയുടെ വസതിയും മന്ത്രാലയങ്ങളും ഉൾപ്പെടുന്ന സെൻട്രൽ വിസ്തയുടെ ഭാഗമായി ഇന്ത്യ ഗേറ്റിന് സമീപം പണിത കെട്ടിടങ്ങളിലൊന്നായ കർത്തവ്യ ഭവൻ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത്. ആഭ്യന്തര മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, പെട്രോളിയം മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവിൻ്റെ ഓഫീസ് തുടങ്ങിയവ ഇതിലേക്ക് മാറും എന്നുള്ളതാണ്. ഇതോടെ സൗത്ത് ബ്ലോക്ക്, നോർത്ത് ബ്ലോക്ക് കെട്ടിടങ്ങൾ കാലിയാവും. 1921 ബ്രിട്ടീഷ് വാസ്തുശില്പി ഹെർബർട്ട് ബേക്കർ പണി പൂർത്തീകരിച്ച രാഷ്ട്രപതി ഭവന് സമീപമുള്ള ചരിത്ര പ്രസിദ്ധമായ സൗത്ത് ബ്ലോക്ക്, നോർത്ത് ബ്ലോക്ക് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ച ഓഫീസുകളാണ് കർത്തവ്യ ഭവനിലേക്ക് മാറുന്നത്. ഡൽഹിയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, രാഷ്ട്രപതി ഭവനിലേക്ക്
ഭവനിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമായുള്ള 4 പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾ ഇനി മറ്റൊരു സ്ഥലത്തേക്ക് കർത്തവ്യ ഭവനിലേക്ക് മാറുന്നു എന്നുള്ള വാർത്തയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് മറ്റൊരു വാർത്ത. ദേശാഭിമാനിയിലൊരു വാർത്ത, അതും ഇന്നലെ മറ്റു പത്രങ്ങളിലുമുള്ള വാർത്തയാണ്. 2 സെൻറ്റ് ഉണ്ടെങ്കിലും ലൈഫ് വീട് എന്നുള്ളതാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമി വാങ്ങാൻ അധികമായി 2 ലക്ഷം രൂപ കൂടി അനുവദിക്കും. അത് മാതൃഭൂമി ദേശാഭിമാനി 5-ാം പേജിലാണ് കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി അടക്കമുള്ള മറ്റു പത്രങ്ങൾ അത് 1-ാം പേജിൽ ഈ വാർത്തയുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി ഒരു ഫോട്ടോ എന്ന നിലയ്ക്കൊക്കെ കുറച്ചുകൂടി ചെയ്തതുകൊണ്ടാണ് ഈ വാർത്ത അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. 2 സെൻറ്റ് ഉണ്ടെങ്കിലും ലൈഫ് വീട്, അതായത് ആളുകളെ സംബന്ധിച്ച് കുറേ കൂടെ ആശ്വാസകരമായ, ഇനിയും വീടുകൾ ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഗുണകരമാവുന്നൊരു വാർത്തയായിട്ടാണ് അത് അവിടെ ഉള്ളത്. അതാണ് ഉള്ളത്. ഈ കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നത് പോലെ കേരള കൗമുദിയിൽ കുറേ പുതിയ അല്ലെങ്കിൽ വ്യത്യസ്തമായ വാർത്തകളുണ്ട്. അതിലൊന്ന് താമരപ്പൂവിൽ നിന്ന് ഉന്മേഷ ചായ എന്നുള്ള 1-ാം പേജിലുള്ള വാർത്തയാണ്. വികസിപ്പിച്ചത് ബൊട്ടാണിക്കൽ ഗാർഡനിലെ യുവ ശാസ്ത്രജ്ഞരാണ്. പ്രമേഹ മുക്ത മധുരം എന്നുള്ള തരത്തിലാണ് അത് വരിക. ഈ വിപണിയിലേക്ക് ഇത് ഇന്ന് തിരുവനന്തപുരത്ത് ശാസ്ത്ര കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന R&D സമ്മിറ്റിൽ ഈ ഉൽപ്പന്നം അവതരിപ്പിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദേശീയ പുഷ്പമായ താമര കൊണ്ടുള്ള ഔഷധ ഗുണമുള്ള ചായ, അതിൻ്റെ ഒരു ടീ ബാഗാണ്. ആ ടീ ബാഗിന് വരുന്നു എന്നുള്ളതാണ്. ഔഷധ ഗുണമുണ്ട്, ഒപ്പം പഞ്ചസാര ഉപയോഗിക്കാതെ മധുരം ലഭിക്കും എന്നുള്ളതാണ് ഈ ചായയുടെ പ്രത്യേകത. അതൊരു വാർത്തയായിട്ട് അവിടെയുണ്ട്. മറ്റൊന്ന്, നമ്മളെല്ലാവരും ഇപ്പോൾ പണം, അതായത് നോട്ട് എന്നതിൽ നിന്ന് മാറി UPI ഉപയോഗിച്ചുകൊണ്ട് പണമിടപാട് നടത്തുന്ന ആളുകളാണ്. UPI ആണ്. അതിൽ പക്ഷേ ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള UPI ഇടപാടുകൾക്ക് നിരക്ക് ഈടാക്കുമെന്ന സൂചന നൽകി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. UPI എക്കാലവും സൗജന്യമായി തുടരാനാവില്ല. UPI ഇടപാടുകൾക്ക് ചെലവുണ്ടെന്നും അത് ആരെങ്കിലും വഹിക്കണമെന്നും പുതിയ ധനനയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുക അദ്ദേഹം പറഞ്ഞു. അതായത് വേറൊരു പണി വരുന്നുണ്ട് എന്നുള്ളതാണ്. UPI ഇടപാടിന് ചിലപ്പോൾ നമ്മളിനി ഫീസ് ആ തരത്തിൽ കൊടുക്കേണ്ടി വരുന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് മത്സ്യലഭ്യതയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് കേരളത്തിൽ മത്സ്യലഭ്യതയിൽ 4% ഇടിവുണ്ടെന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മീൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ഒരു അവർക്ക് വാർത്തയാവാവുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ആ വാർത്ത നമ്മൾ പ്ലേസ് ചെയ്തത്. അതായത് മത്തി ലഭ്യതയിൽ അത് കുറച്ചുകൂടി നേരത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് വർധനവുണ്ടായിട്ടുണ്ട്. മുൻവർഷത്തേക്കാൾ 4% കുറവ് ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൻ്റെ കണക്ക് ഇപ്പോൾ വരുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ 2% കുറവുണ്ട്, പക്ഷേ കേരളത്തിൽ അത് 4% കുറവ് എന്നുള്ളത് അതിൽ ഒരു വാർത്തയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കള്ളൻ്റെ വാർത്ത പറഞ്ഞതുപോലെ മറ്റൊരു കള്ളൻ്റെ വാർത്ത കൂടി ഇന്ന് മനോരമ പത്രത്തിൻ്റെ 9-ാം പേജിലുണ്ട്. അത് ഇങ്ങനെയാണ്: ഇവനൊരു നല്ല കള്ളൻ എന്നുള്ളതാണ് ആ വാർത്ത. ബൈക്ക് എടുക്കുന്നു, പകരം ഈ സൈക്കിൾ ഇവിടെ ഇരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. മൂവാറ്റുപുഴയിൽ സൈക്കിളിലെത്തിയ മോഷ്ടാവ് ബൈക്കുമായി കടന്നു. പക്ഷേ തീരെ മനസാക്ഷിയില്ലാത്ത കള്ളനാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ബൈക്ക് മോഷ്ടിച്ചെങ്കിലും എന്താ, പകരം കള്ളൻ അയാളുടെ സൈക്കിൾ വീട്ടുകാർക്ക് സമ്മാനിച്ചാണ് മടങ്ങിയത് എന്നാണ് ആ കഥ. അത് വളരെ രസകരമായി മനോരമയുടെ 9-ാം പേജിൽ ആ വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ 9-ാം പേജിൽ ഒരു വാർത്ത കൂടിയുണ്ട്. ചൈനയിൽ വിൽപ്പനയ്ക്ക് ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്മാർ എന്നുള്ളതാണ്. ചെസ്സ് കളിക്കാൻ കൂട്ടുവേണോ, അതോ ആപേക്ഷിക സിദ്ധാന്തം പഠിപ്പിക്കാൻ ആൽബർട്ട് ഐൻസ്റ്റീനെ തന്നെ വേണോ? ഇവരുടെയൊക്കെ റോബോട്ടിക് രൂപങ്ങൾ നാളെ മുതൽ ചൈനയിൽ ലഭ്യമാകും. സ്വയം ബാറ്ററി മാറ്റാൻ കഴിയുന്ന AI റോബോട്ടുകളടക്കം 40 ബ്രാൻഡുകളുടെ വിൽപ്പനയ്ക്കാണ് നാളെ തുടക്കമാകുന്നത്. ഏകദേശം 25,000 രൂപ കൊടുത്താൽ റോബോട്ടിനെ വാങ്ങാം. 25,000 രൂപ കൊടുത്താൽ ഒരു റോബോട്ടിനെ വാങ്ങാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാലം മാറുന്നു എന്നുള്ള ഒരു വാർത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട് മനോരമ. മറ്റൊന്ന്, ഇനി ഒരു വാർത്ത കൂടി ഉള്ളത് അത് വീക്ഷണത്തിലാണ്. അതൊരു പൊളിറ്റിക്കൽ പത്രം എന്ന നിലക്ക് തന്നെ വീക്ഷണം. വിദ്യാഭ്യാസം സിസ്റ്റം തകരാറിലാണ്, ഇവിടെ ഇങ്ങനെയാണ് സാർ എന്നുള്ളൊരു വാർത്തയുണ്ട്. 615 സ്കൂൾ കെട്ടിടങ്ങൾ ബലക്ഷയത്തിൽ, അങ്കണവാടി കെട്ടിടങ്ങൾ 1300, ആശുപത്രി കെട്ടിടങ്ങൾ 55. ഔദ്യോഗിക കണക്കുകൾ ഞെട്ടിക്കുന്നത്. ദുരന്തം വിളിച്ചു, ഭാഗ്യം രക്ഷിച്ചു എന്നുള്ളത്. ഇന്നലെ തൃശ്ശൂർ കോടാലിയിലുണ്ടായ അപകടത്തെക്കുറിച്ച്, റൂഫ് തകർന്നു വീണ അപകടത്തെയും ഫോട്ടോ അടക്കം കൊടുത്തുകൊണ്ടുള്ളൊരു വാർത്ത ഇന്നുണ്ട്. അതായത് സംസ്ഥാനത്തെ സർക്കാർ കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളുകൾ 615, അതുപോലെ തന്നെ അങ്കണവാടി കെട്ടിടങ്ങൾ 1300, അതായത് ഏതാണ്ട് 2000 കെട്ടിടങ്ങൾ, കുട്ടികൾ
ആളുകൾ സ്ഥിരമായി വരുന്ന സ്ഥലത്ത് കെട്ടിടങ്ങൾ ബലക്ഷയമുണ്ടെന്നുള്ള കണക്ക് പുറത്തു വന്നു എന്നുള്ള വാർത്തയാണ്. അത് വീക്ഷണം വളരെ വലിയ വാർത്തയായി തന്നെ ഇന്നത്തെ ഒന്നാമത്തെ വാർത്തയായി അവർ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കണ്ട ഇത്രയും പത്രങ്ങളൊക്കെ വായിച്ചപ്പോൾ ആദ്യമൊക്കെ നമുക്ക് തോന്നിയ വാർത്തകൾ. മറ്റ് വാർത്തകളുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വന്ന വാർത്തകൾ എടുത്താണ് നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചത്. ഏതായാലും ഇത്രയുമാണ് ഇന്നത്തെ വാർത്തകൾ. സേതു. ഓക്കെ ലിജോ.